Hi friends, welcome to SajuS TastelanD. എല്ലാവർക്കും SajuS TastelanDിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ വീട്ടമ്മമാർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കിയേ, നമ്മുടെ വീട്ടിൽ ഇതേപോലെയുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒന്നെങ്കിലും ഉണ്ടാവുമല്ലേ. അപ്പോൾ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകി പോയിട്ട് അത് നമ്മൾ അങ്ങോട്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്കിത് തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ചെയ്തെടുക്കാം എന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിന് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 2 പാൻ ഇവിടെ ഉണ്ട്. അതിലൊന്ന് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കാണിക്കാം കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെയുള്ള അയൺ ബോക്സ് നമ്മുടെ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലേ. അപ്പോൾ അത് കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതേപോലെ അങ്ങോട്ട് പാട് വീണിട്ട് കറയൊക്കെ പിടിച്ച് ആയിട്ടുണ്ടാകും. അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്യാം എന്നതും അതുപോലെ തന്നെ വേറെ കുറച്ച് ടിപ്സുകളും ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ അയൺ ബോക്സ് ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാം. അപ്പോൾ അതായത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് പേസ്റ്റാണ്. അപ്പോൾ കോൾഗേറ്റിൻ്റെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അത് തന്നെ വേണമെന്നൊന്നുമില്ല, ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത് അത് തന്നെ എടുത്താൽ മതിയാവും. വളരെ കുറച്ച് മാത്രം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ്. അതിനുശേഷം ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയൊരു നാരങ്ങയാണ്. അതിൻ്റെ ഒരു പകുതി ഞാൻ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ നീര് നമുക്കിതിലേക്ക് പിഴിഞ്ഞ് എടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു പതഞ്ഞ രീതിയിൽ ഇങ്ങനെ ആവും കേട്ടോ. എന്നിട്ട് നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് ആ ഒരു തൊണ്ട് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ അധിക സമയമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ഉരച്ചെടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് ക്ലീനായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു പാടൊക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടും. അപ്പോൾ ഈ ഒരു 3 സാധനം വെച്ചിട്ടാണ് ഈ അയൺ ബോക്സിൻ്റെ ഈ ഒരു അടിവശം ഞാൻ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ പിടിച്ചിരിക്കുന്ന ആ കരിയുടെ ഇതൊക്കെ ഇതേ ഒരു കളറിൽ ഇങ്ങോട്ട് മാറി ആവും കേട്ടോ. ഇനി നമുക്കൊരു തുണി വെച്ചിട്ട്, ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഞാനിതൊന്ന് തുടച്ച് മാറ്റുന്നുണ്ട്. അതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് അതിൻ്റെ ആ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒരു കുറച്ച് പേസ്റ്റ് കൂടി ഇതുപോലെ ഇങ്ങോട്ട് തേച്ച് കൊടുക്കാൻ ശേഷം ഈ ഒരു നാരങ്ങേൻ്റെ തൊണ്ട് വെച്ചിട്ട് തന്നെ വീണ്ടും ഒന്ന് ഉരച്ച് എടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫൈനലായിട്ട് ചെയ്യുമ്പോൾ അത് മാത്രം മതി. ഇപ്പം നമ്മളിത് നേരത്തെ ആ മിക്സൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മുടെ അയൺ ബോക്സിൻ്റെ എല്ലാ ഭാഗത്തൊക്കെ കുറേശ്ശൊക്കെ ആയിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് തെറിച്ച് ചെളിയൊക്കെ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് നമ്മുടെ ഈ ഒരു മിക്സ് വെച്ചിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കാതിന് ശേഷം ഇതേപോലെ ഇങ്ങോട്ട് തുടച്ച് മാറ്റാം കേട്ടോ. എന്നിട്ട് നനഞ്ഞൊരു തുണി കൊണ്ട് തുടയ്ക്കാതിന് ശേഷം നല്ല ഉണങ്ങിയൊരു തുണി കൊണ്ട് തുടച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. നല്ല പുത്തം പോലെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നോക്കിയാൽ ഈ ഒരു അയൺ ബോക്സിൻ്റെ ഈ വയറിൻ്റെ ഇത്രയും ഒരു ഭാഗം അവിടെ നിന്ന് അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു വൈറ്റ് ഭാഗം അവിടെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരെ ചാനലിൽ കയറിയിട്ട് അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വയറ് ഇതേപോലെ ഇങ്ങോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സേഫായിട്ട് തന്നെ ഇരുന്നോളും. പ്രത്യേകിച്ച് പെട്ടെന്ന് അങ്ങോട്ട് കേടാവാതെയൊക്കെ ഇരുന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ റൈസ് കുക്കറാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള റൈസ് കുക്കറാണ്. ഒരു 15 വർഷത്തോളമൊക്കെ ഇതിന് പഴക്കമുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ അങ്ങോട്ട് ആവാനുള്ള ചാൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതേപോലെ കുറച്ച് പേസ്റ്റ് തന്നെയാണ്. അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അധികമൊന്നും വേണ്ട. നമുക്കിതിങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കുറച്ച് വെള്ളം മാത്രം നമുക്കിതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഇതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ആദ്യം നമുക്കൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം ഒരു തുണി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉരച്ചെടുക്കുമ്പോൾ അധികം ബലം പ്രയോഗിക്കരുത് കേട്ടോ. നമുക്കറിയാലോ, ഈ പാത്രം അങ്ങോട്ട് അധികം ബലം പ്രയോഗിച്ച് കഴുകേണ്ട ഒന്നുമല്ല. അപ്പോൾ കുറച്ച് സോഫ്റ്റായ രീതിയിൽ തന്നെ അങ്ങോട്ട് പതുക്കെ ഉരച്ചിട്ട് ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് പോയി കിട്ടും കേട്ടോ. പേസ്റ്റും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റൈസ് കുക്കർ വൃത്തിയാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല പുതിയതുപോലെ തന്നെ നല്ല തിളക്കത്തോടു കൂടി തന്നെ നമുക്കത് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ എല്ലാ ഭാഗവും അതേപോലെ അങ്ങോട്ട് തുടച്ചെടുക്കാം.
എന്നിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അധികം വെള്ളമൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ടാപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് കഴുകിയെടുക്കാവുന്നതാണ്. യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല, ഒരു കേടും വരില്ല കേട്ടോ. അപ്പോൾ ഇത്രയും വർഷം പഴക്കമുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചോറൊക്കെ വെക്കാനൊക്കെ വളരെ എളുപ്പമാണ്, യാതൊരു കേടൊന്നും ഇല്ലാത്തത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെ പുത്തം പോലെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പാന് എങ്ങനെയാണ് വൃത്തിയാക്കിയെടുക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ അതും വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത്രയും കോട്ടിങ് ഇതിലുണ്ട്, കുറച്ച് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇത് വൃത്തിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്നത് അതേപോലെ ഒരു സാൻഡ് പേപ്പറാണ് കേട്ടോ. അപ്പോൾ വളരെ വില കുറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഇത്. അപ്പം എല്ലാവരും ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങി വയ്ക്കുക. എന്നിട്ട് നമുക്കിതാ ഒരു പീസായി നിന്ന് എടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉരച്ചെടുക്കുമ്പോൾ തന്നെ അതിലുള്ള ആ ഒരു കോട്ടിങ്ങിൻ്റെ ഭാഗം നന്നായിട്ട് അങ്ങോട്ട് ഇളകി വരാനായിട്ട് തുടങ്ങും കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപാട് ബലം പ്രയോഗിച്ച് ഉരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, പതുക്കെ ഉരച്ചിട്ട് അങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു കോട്ടിങ് അതിൽ നിന്ന് ഇളകി വരാനായിട്ട് തുടങ്ങും. ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും തന്നെ ഇതിൽ നിന്ന് ഇളകി പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാൻഡ് പേപ്പർ മാത്രം വെച്ചിട്ടാണ് ഇപ്പം ഞാനിതിങ്ങനെ ഉരച്ച് വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ. നമുക്കറിയാലോ, ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള പൊടിയൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ, പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളത് സബീന പൗഡറാണ് കേട്ടോ. ഇത് നല്ലൊരു ക്ലീനിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പൗഡറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ യൂസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ വേറെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചാനലിൽ കയറി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു സ്പൂണോളം ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പേസ്റ്റ് കൂടി ഇതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഇങ്ങോട്ട് ആക്കണം. അപ്പോൾ അത് ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ആദ്യം ഇതിങ്ങനെ ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാനിൻ്റെ എല്ലായിടത്തേക്കും ആക്കുന്നത് കേട്ടോ. അപ്പോൾ സബീന പൗഡർ നിങ്ങളുടെ കയ്യിലേ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് കുറച്ച് വിനാഗിരി, അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഡിഷ് വാഷ് ലിക്വിഡ്, അതും അല്ലെങ്കിൽ നാരങ്ങാനീര്, വിനാഗിരിക്ക് പകരമായിട്ട് നാരങ്ങാനീരോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതേപോലെ തന്നെ നമുക്ക് പേസ്റ്റും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സബീന പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക, അതാണ് ഒന്നുകൂടി നല്ലത്. അതില്ലെങ്കിൽ വിനാഗിരിയോ ഡിഷ് വാഷ് ലിക്വിഡോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കാം. വളരെ സിമ്പിളാണ്. ഇനി കുറച്ച് വെള്ളം ഞാനതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഉരച്ചെടുക്കാനുള്ള ഒരു സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇത് എല്ലായിടത്തും അതിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് നന്നായിട്ട് എവിടെയൊക്കെയാണോ കോട്ടിങ് ഉള്ളത് ആ ഒരു ഭാഗത്തെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് ഉരച്ചിട്ട് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഉരയ്ക്കുമ്പോൾ അതങ്ങോട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം വീണ്ടും ഒഴിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് ചിലവൊന്നും നമുക്കില്ല, നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങൾ മാത്രം മതി. ഇനി നമുക്കിത് അതൊന്ന് കഴുകി നോക്കാം. കണ്ടില്ലേ, ഇത്രയും പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഉരച്ചിട്ട് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ എടുക്കുന്നത് ഇതേപോലെയുള്ള ഒരു കമ്പിയുടെ ഒരു സ്ക്രബ്ബറാണ് കേട്ടോ. അത് വെച്ചിട്ടാകുമ്പോൾ ഒന്നുകൂടി ഫൈനലായിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി എളുപ്പമാണ്, നമുക്കതങ്ങോട്ട് ശരിക്കും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ആ സൈഡിലുള്ള ഭാഗങ്ങളെല്ലാം ഈ ഒരു ചകിരി വെച്ചിട്ട് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നോക്കിയേ, അത്യാവശ്യം എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് കഴുകി നോക്കാം എത്രത്തോളം പോയിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഞാനൊരു സാൻഡ് പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ഇത് ഇനി ക്ലീൻ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സാൻഡ് പേപ്പർ വെച്ചിട്ട് ബാക്കിയുള്ള കറുത്ത ഭാഗങ്ങളൊക്കെ കാണുന്നിടത്തൊക്കെ തന്നെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അധിക സമയമൊന്നും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല. ഒരു അരമണിക്കൂർ തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ളിൽ തന്നെ നമുക്കിത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളക്കി കളയാനായിട്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല, നമുക്കറിയാലോ, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കോട്ടിങ് ഇളകി കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് അപ്പോൾ അത് കളഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ കുറച്ചെങ്കിലും കോട്ടിങ് ഇളകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാത്രം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ ഇതേപോലെ അങ്ങോട്ട് മാറ്റിയിട്ട് അതിൻ്റെ കോട്ടിങ് ഒക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. യാതൊരു പ്രശ്നവും അതുകൊണ്ട് ഉണ്ടാവുന്നതല്ല. ഇനി ഫൈനലായിട്ട് നമുക്ക് കുറച്ച് സോപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് നല്ല തിളക്കത്തോടു കൂടി തന്നെ നല്ലൊരു പുത്തൻ പാത്രം പോലെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ആണേ എന്ന് പറയേയില്ല, ആ ഒരു രീതിയിലുള്ള നല്ലൊരു പാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്കിതിൽ ഇനി ഏത് ഫുഡ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയിട്ട് നല്ല സൂപ്പറായിട്ട് കഴിക്കാവുന്നതാണ്. യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ
വിചാരിക്കണേ കേട്ടോ. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഇനി ഇതാ നമ്മുടെ ഈ കത്തിയിലും ഇതേപോലെ ഇങ്ങനെ കുറച്ച് കറയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ നോക്കിയേ ഇതേപോലെ കുറച്ച് പേസ്റ്റും അതുപോലെ തന്നെ വളരെ കുറച്ച് ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറിയൊരു നാരങ്ങയുടെ പീസ് വെച്ചിട്ട് അല്ലെങ്കിൽ തൊണ്ട് വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉരച്ച് ക്ലീനാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ നാരങ്ങ തൊണ്ട് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരച്ചെടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ കത്തിക്ക് കുറച്ച് മൂർച്ച കൂടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി നോക്കാം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ അതിലെ കറകളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്നതാണ് ഇതേപോലെ ഒരു ചോപ്പറൊക്കെ ഉണ്ടാവുമല്ലേ. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അതിലങ്ങനെ തുരുമ്പ് പിടിച്ച് സ്റ്റീലിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ അതിൽ കറ പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇതും സെയിം രീതി തന്നെയാണ്. പേസ്റ്റ് കുറച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ നാരങ്ങയുടെ തൊണ്ട് മാത്രം വെച്ചിട്ടാണ് ഞാനിതിലുള്ള കറകളൊക്കെ കളഞ്ഞെടുക്കുന്നത്. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് ആ തുരുമ്പൊക്കെ ഉള്ള സ്ഥലത്തും അതുപോലെ തന്നെ ആ കറയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്കത് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമുക്കറിയാലോ അതിൻ്റെ ആ ഹോളിലുള്ള ആ വശത്തൊക്കെ നന്നായിട്ട് മൂർച്ചയുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൈയൊന്നും മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വളരെ പതുക്കെ മാത്രം അതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ശ്രദ്ധിച്ച് കണ്ടില്ലേ, നന്നായിട്ട് തിളങ്ങി എല്ലാം നല്ല വൃത്തിക്ക് തന്നെ നല്ല പുത്തം പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും ഒന്നും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.